ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും വർദ്ധിച്ചു വരുന്ന സൈനിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും രാജ്യം ശ്രമിക്കുന്നതിനാൽ ഇന്ത്യയിൽ ഹെലികോപ്റ്റർ നിർമ്മാണ ആവാസ വ്യവസ്ഥ വികസിപ്പിക്കുന്നതിനായി അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ഇറ്റാലിയൻ എയ്റോസ്പേസ് ഭീമനായ ലിയോനാർഡോയുമായി തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഒപ്പുവെച്ചു. ഒരു ധാരണാപത്രത്തിലൂടെ ഔപചാരികമാക്കിയ കരാർ പ്രധാനമായും ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഹെലികോപ്റ്ററുകൾ വിതരണം ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. സിവിൽ ഏവിയേഷനിലേക്കും ആഗോള വിതരണ ശൃംഖലകളിലേക്കും ക്രമേണ വികസിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ത്യ അതിന്റെ വിശാലമായ സ്വാശ്രയ മുന്നേറ്റത്തിന്റെ ഭാഗമായി പ്രതിരോധ നിർമ്മാണത്തിൽ തദ്ദേശീയവൽക്കരണം വർദ്ധിപ്പിക്കുകയും പരമ്പരാഗതമായി ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന എയ്റോസ്പേസ് പ്ലാറ്റ്ഫോമുകളിൽ ആഭ്യന്തര വ്യാവസായിക ആഴം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ പങ്കാളിത്തം ഉണ്ടാകുന്നത്. രാജ്യത്തിന്റെ വ്യോമയാന ആവാസ വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്കാളിയാകാനുള്ള ഗ്രൂപ്പിന്റെ പ്രതിബദ്ധതയെ പുതിയതായി ഒപ്പുവെച്ച ധാരണാപത്രം ശക്തിപ്പെടുത്തുന്നുവെന്ന് അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ഡയറക്ടർ ജീത് അദാനി NDTV പ്രോഫിറ്റിനോട് പറഞ്ഞു. വിമാനത്താവള പ്രവർത്തനങ്ങൾക്കും വ്യോമയാന സേവനങ്ങൾക്കും അപ്പുറം ഉൽപാദനത്തിലേക്ക് ശക്തമായ മുന്നേറ്റം ഉൾപ്പെടുത്താനുള്ള ദർശനം വ്യാപിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. വിമാന കമ്പനികളിലെയും സായുധ സേനകളിലെയും ക്ലയന്റുകൾക്ക് സമഗ്രമായ പരിഹാരങ്ങൾ നൽകുക, ദേശീയ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഗ്രൂപ്പിന്റെ കഴിവ് ശക്തിപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഈ സംയോജിത സമീപനത്തിലൂടെ കൂടുതൽ സാമ്പത്തിക മൂല്യം സൃഷ്ടിക്കാനും രാജ്യത്തുടനീളമുള്ള ആളുകൾക്ക് വിശാലമായ അവസരങ്ങൾ സൃഷ്ടിക്കാനും അദാനി ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർദ്ദിഷ്ട സഹകരണത്തിന് കീഴിൽ അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസും ലിയോനാർഡോയുടെ AW169M, AW109 ട്രക്കർ M എന്നിവയുൾപ്പെടെയുള്ള ലൈറ്റ് മീഡിയം ഹെലികോപ്റ്റർ പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇന്ത്യയിലെ അറ്റകുറ്റപ്പണികൾ, ഓവർഹോൾ ശേഷികൾ, പൈലറ്റ് പരിശീലന, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ വികസനത്തിനൊപ്പം നിർമ്മാണത്തിന്റെ ഘട്ടം ഘട്ടമായുള്ള പ്രാദേശികവൽക്കരണവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഒറ്റത്തവണ അസംബ്ലി ക്രമീകരണത്തിനു പകരം കമ്പനികൾ പ്രോഗ്രാമിനെ ഡിസൈൻ, പിന്തുണ, ഉൽപാദനം, സുസ്ഥിരത, പരിശീലനം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സംയോജിത ആവാസ വ്യവസ്ഥയായി സ്ഥാപിക്കുകയാണ്. അത്തരമൊരു മാതൃകാ പ്ലാറ്റ്ഫോം ഏറ്റെടുക്കലിനു പകരം ജീവിതചക്ര പിന്തുണയിലും ലഭ്യതയിലും സായുധ സേനയുടെ വർദ്ധിച്ചുവരുന്ന ഊന്നലുമായി യോജിക്കുന്നു. അടുത്ത ദശകത്തിൽ ഇന്ത്യൻ സായുധ സേനയ്ക്ക് 1000-ലധികം ഹെലികോപ്റ്ററുകൾ ആവശ്യമായി വരുമെന്ന് അദാനി ഡിഫൻസിലെ എക്സിക്യൂട്ടീവ് ചൂണ്ടിക്കാട്ടി. യൂട്ടിലിറ്റി, രഹസ്യാന്വേഷണം, ലൈറ്റ് കോമ്പാക്ട് റോളുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തന ആവശ്യകതകളുമായി സംയോജിപ്പിച്ച് ആ പൈപ്പ് ലൈൻ സ്ഥാപിതമായ ആഗോള ഒറിജിനൽ ഉപകരണ നിർമ്മാതാക്കളുമായി ആഭ്യന്തര നിർമ്മാണ പങ്കാളിത്തത്തിന് അവസരം സൃഷ്ടിച്ചു. ലിയോനാർഡോയെ സംബന്ധിച്ചിടത്തോളം വിൽപ്പനയ്ക്കപ്പുറം ഇന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വഴിയാണ് ഈ സഹകരണം നൽകുന്നത്. യൂറോപ്പിലും US-ലും ഉടനീളം കമ്പനി ഇതിനകം പ്രധാന ഹെലികോപ്റ്റർ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. കൂടാതെ പ്രധാന പ്രതിരോധ വിപണികളിൽ വ്യാവസായിക പങ്കാളിത്തം വികസിപ്പിക്കാനും ശ്രമിക്കുന്നു. അടിയന്തര ശ്രദ്ധ സൈനിക മേഖലകളിലാണെങ്കിലും സിവിൽ ഹെലികോപ്റ്റർ ആവശ്യകതയും അന്താരാഷ്ട്ര വിതരണ ശൃംഖലകളും നിറവേറ്റാൻ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് കഴിയുമെന്ന് കമ്പനികൾ സൂചിപ്പിച്ചു. വലിയ തോതിൽ നടപ്പിലാക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ്, നിർമ്മാണം, സുസ്ഥിരത എന്നിവയിലെ ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികളെ പിന്തുണയ്ക്കാനും ഇന്ത്യയുടെ എയ്റോസ്പേസ് അടിത്തറയിലേക്ക് മറ്റൊരു സ്വകാര്യ മേഖലയെ ചേർക്കാനും ഈ പരിപാടിക്ക് കഴിയുമെന്നാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.